എല്ലാവരും മരിക്കും എന്നാണ് പറയണത്. എന്താണ് മരണം? അതായത് എൻ്റെ തുടർച്ചയിൽ എനിക്ക് ഈ പ്രപഞ്ചം നൽകപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തന്ന ഈ അവസരം, ഈ തുടർച്ചയ്ക്ക് ബ്രേക്ക് വരുന്നതാണ് മരണം എന്ന് പറയുന്നത്. അതായത് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ തുടർച്ച നഷ്ടപ്പെടുന്നതാണ്. അപ്പോഴും അവിടെ തുടർച്ചയുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞിട്ടും പല മാറ്റങ്ങളും ഈ പറയുന്ന ശരീരങ്ങളും എല്ലാം വിധേയമാവുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ എന്താണ് വിധേയമാവുന്നത്? കാരണം അതിന് പിന്നെ പുഴു തിന്ന് അത് മണ്ണിലോട് അലിയുന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്നിൽ വന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ മാറ്റങ്ങളിൽ ഞാൻ പെട്ടുപോയി. അവിടെ ആളില്ലാതായി. അതായത് ആ തുടർച്ച എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് മരണം, അല്ലേ? രോഗം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയെല്ലാമോ ഇതിൻ്റെ തനതായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ചുറ്റുപാടിലുള്ള മാറ്റങ്ങളിൽ പെട്ടുപോയി. ആ പെട്ട അവസ്ഥ വീണ്ടും ഞാൻ കൊണ്ടു നടന്നപ്പം പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് ശരീരത്തിൽ രൂപപ്പെട്ട് എല്ലാം ഇതിൻ്റെ തുടർച്ചയെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയെ നമ്മൾ രോഗം എന്ന് വിളിക്കണം. അപ്പോൾ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനായിട്ട് നിൽക്കാൻ നോക്കണത്, അതായത് ഷാഫി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ നിൽക്കാൻ നോക്കണം. ഞാൻ ഹിന്ദുവായിട്ട് നിൽക്കാൻ നോക്കും, മുസ്ലിമായിട്ട് നിൽക്കാൻ നോക്കണം. അതായത് ഈ പറയുന്ന ലേബലിൽ ഞാൻ നിൽക്കാൻ നോക്കണം. അപ്പം എന്താണ്? അവിടെ ഒരു മാറ്റത്തെ മാറാൻ ഞാൻ അനുവദിക്കാതെ ആ മാറ്റത്തിൻ്റെ പുറകെ ഞാൻ പെട്ടുപോണതാണ് മരണം. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന മാറ്റങ്ങളെ, ഈ മാറാത്ത അവസ്ഥയിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുക. ഈ തുടർച്ചയ്ക്ക് യാതൊരു കോട്ടവുമില്ല. പിന്നെ നമ്മൾ മരിക്കുമെന്ന് പറയുന്നത് പോലും ചുറ്റുപാടും കണ്ട ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റത്തിലാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ മരിച്ചെന്നാ? ആരും മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ പഠിച്ചതും പഠിപ്പിച്ചതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് മാത്രമേ മരണമുള്ളൂ. അല്ലാതെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഇപ്പോഴും ജീവനോടുള്ളത്. അപ്പോൾ ഇതിലൊരു തീരുമാനം എടുക്കുന്നതിന് പകരം ഇതിൻ്റെ തീരുമാനത്തിന് നിന്നു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ തുടർച്ചയെ